ഇൻഡോ പസഫിക് മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇനിയൊരു പുതിയ വഴിത്തിരിവ്. വലിയ നാവിക ശക്തികൾ പോലെ തന്നെ ന്യൂഡൽഹിയും ഇനി സ്വന്തം നാവികസേനയ്ക്കായി വമ്പൻ ഹോസ്പിറ്റൽ ഷിപ്പുകൾ സ്വന്തമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. യുദ്ധസമയത്തും സമാധാനകാലത്തും ദുരിതമേഖലകളിൽ മനുഷ്യസേവനം എത്തിച്ചേരാൻ കഴിയുന്ന ഈ കപ്പലുകൾ പല രാജ്യങ്ങളിലും ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റൽ എന്ന നിലയിൽ പ്രവർത്തിച്ച് സൗഹൃദ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന മികച്ച നയതന്ത്ര ആയുധങ്ങളാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഹോസ്പിറ്റൽ ഷിപ്പുകളുടെ തുടക്കം 19-ാം നൂറ്റാണ്ടിലെ ക്രിമിയൻ യുദ്ധകാലഘട്ടത്തിലാണ്. പിന്നീട് 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും പിന്നീടുള്ള കൊറിയൻ വിയറ്റ്നാം ഫ്ലോക്കാൻസ് യുദ്ധങ്ങൾ പോലുള്ള സംഘർഷങ്ങളിലുടനീളം അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ തുടങ്ങിയ വലിയ നാവികസേനകൾ പരിക്കേറ്റ സൈനികർക്കും സാധാരണ ജനങ്ങൾക്കും ചികിത്സ നൽകാൻ ഇത്തരം കപ്പലുകൾ വിന്യസിച്ചിരുന്നു. ഇന്ന് അമേരിക്കയും റഷ്യയും പോലുള്ള ശക്തികൾ ലൈറ്റ് എയർക്രാഫ്റ്റ് കരിയറുകൾക്ക് സമാനമായ വലിപ്പമുള്ള ഹോസ്പിറ്റൽ ഷിപ്പുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും ഈ ആവശ്യം വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് പോരാട്ടത്തിനിടയിൽ പരിക്കേറ്റ ഇന്ത്യൻ സൈനികർക്കും മുക്തിബാഹിനി സൈനികർക്കും വേണ്ട ചികിത്സകൾ നൽകാൻ ഇത്തരം ദേശീയ ഹോസ്പിറ്റൽ ഷിപ്പുകളുടെ അഭാവം വലിയ വെല്ലുവിളി സൃഷ്ടിച്ചു. എന്നാൽ പ്രതിരോധ ബഡ്ജറ്റിലെ മറ്റ് മുൻഗണനകൾ കാരണം ആ പദ്ധതികൾ നടപ്പിലാകാതെ പോയിരുന്നു. 1957 ഓപ്പറേഷൻ പവൻ, 88 ഓപ്പറേഷൻ കാക്ടസ് എന്നിവയ്ക്കിടയിലും ഇത്തരം കപ്പലുകളുടെ ആവശ്യകത വീണ്ടും ശക്തമായി മുന്നോട്ട് വന്നു. പക്ഷേ ഏറെ നീണ്ട പ്രതീക്ഷകൾക്ക് ശേഷം മാത്രമാണ് ഇന്ത്യയുടെ ശ്രമങ്ങൾ വിജയത്തിലേക്ക് നീങ്ങിയത്. 2014 ഭരണമാറ്റത്തിന് ശേഷം പ്രതിരോധ വിദേശ നയങ്ങളിൽ വന്ന മാറ്റങ്ങൾക്കൊപ്പമാണ് ദേശീയ ഹോസ്പിറ്റൽ ഷിപ്പുകൾ സ്വന്തമാക്കാനുള്ള പ്രക്രിയ വേഗത്തിലായത്. ഒടുവിൽ 2021 ഡിസംബർ 17 ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അംഗീകാരം നൽകി. ഏകദേശം 19,000 ടൺ കേവ് ഭാരവും 1000 പേർ വരെയുള്ള ശേഷിയും ഹെലികോപ്റ്റർ സൗകര്യങ്ങളും 7500 നോട്ടിക്കൽ മൈൽ എൻട്രൻസ് ശേഷിയും ഉൾക്കൊള്ളുന്ന ലോകോത്തര നിലവാരത്തിലുള്ള ഒരു കപ്പൽ ഇന്ത്യയുടെ ദേശീയ ഹോസ്പിറ്റലായി ഉടൻ നിർമ്മിക്കപ്പെടുകയാണ്. ഇത് വെറുമൊരു സൈനിക പദ്ധതിയല്ല, ഇന്ത്യയുടെ മാനുഷിക നയതന്ത്രത്തിൻ്റെ മുഖച്ഛായ തന്നെയാണ്. ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിലും സംഘർഷങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും ഇന്ത്യക്ക് സ്വന്തം സാന്നിധ്യം ഉറപ്പിക്കാൻ ഇത്തരം കപ്പലുകൾ ശക്തമായ സഹായകമാകും. ഒരുപോലെ രാജ്യത്തിൻ്റെ ആഗോള സ്വാധീനവും സൗഹൃദ ബന്ധങ്ങളും കൂടുതൽ ഉറപ്പിക്കാനുള്ള കൗശല നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണിത്. ഇന്ത്യയുടെ ദേശീയ ഹോസ്പിറ്റൽ ഷിപ്പുകൾ ഇനി സമുദ്രങ്ങളിൽ ഒഴുകുന്ന ആശുപത്രികളല്ലാതെ ഇന്ത്യയുടെ ശക്തിയും കരുണയും ഒരുമിച്ച് പ്രതിഫലിപ്പിക്കുന്ന പുതിയ പ്രതീകങ്ങളായിരിക്കും. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.